എന്താ നീയും ഈ കാര്യത്തിൽ തന്നെ തെറ്റുകാരനാക്കുമായിരിക്കും. ഇല്ല കൃഷ്ണ, നമ്മൾ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ ഈ കുഞ്ഞിനെ ആമിനാന്ന് പേരിട്. ആമിന? ആ, നല്ല പേര്, നല്ല പേരപ്പുള്ള. ഇതോ ഇതെന്റെ മോക്ക് അച്ഛൻ ഒരു കാര്യം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തെല്ലാമാണെന്ന് നോക്ക്. ബിസ്ക്കറ്റ്, കേക്ക്, മുട്ടായി. ചേർക്കണവിടാ. അതിനു മുമ്പ് എന്റെ മോക്ക് വേറെ ചിലർ പഠിക്കാനുണ്ട്. ഞാനും പോകും ദേവട്ടന്റെ കൂടെ. മോള് പഠിച്ച് മിടുക്കിയായി നല്ല കുട്ടിയായി അങ്ങനെ ജീവിക്കണം. ഒരാളെ ഇരിക്കണം, ഒരാളെ ഇരുന്നാട്ടെ. മുതലാളി ഇങ്ങോട്ട് വന്നത് അത് കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് പറയേണ്ടത്? എന്റെ ഭാര്യ 2 പ്രസവിച്ചു, 2നെയും പടച്ചവും കൊണ്ടുപോയി. കൃഷ്ണൻ എന്നോട് അല്പം ദയ കാണിക്കാം. ആമിനെ എനിക്ക് തരൂ. ഞാൻ അവളെ എന്റെ സ്വന്തം മോളെ പോലെ വളർത്തിക്കൊള്ളാം. അളിയ, വളരെ നല്ല കാര്യമാണ്. കൊച്ചുമുതലാളി, എന്റെ ജീവനാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ തരില്ല. കൃഷ്ണ, അനാഥാലയത്തിൽ പോയാൽ എത്രയോ കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങോട്ട് ചെല്ലൂ. എന്തുകൊണ്ടോ ആമിനെ തന്നെ വേണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സാധ്യമല്ല. മുതലാളി പൊയ്ക്കുള്ളൂ. ഞാൻ യാചിക്കുകയാണ് കൃഷ്ണ. യാചിക്കുകയല്ല, കാല് പിടിച്ചാൽ പോലും ഞാൻ തരില്ല. എനിക്ക് അവളെ ഒന്ന് കാണാമോ? ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളതാ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാണ് അളിയന്റെ ലോകം. ഇനി അവൾക്കൊരു ബാപ്പ ഉണ്ടെങ്കിൽ അയാൾ വന്ന് ചോദിച്ചാൽ പോലും അളിയൻ കൊടുക്കുമെന്ന് തോന്നില്ല. വേണ്ട മുതലാളി, എന്റെ കഴിവിനൊത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം. അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കുന്നുണ്ട്. കൃഷ്ണ, ഞാൻ സ്നേഹത്തിന്റെ പേരിലാണ് ഇത് തരുന്നത്. എന്തിന്റെ പേരിലായാലും ശരി, എനിക്കും എന്റെ മോക്കും ഇതാവശ്യമില്ല. എന്താ ആമിനെ എവിടെ? അവളെ കാണുന്നില്ല. എന്നിട്ട് നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നു അല്ലേടാ? എവിടെയാ എന്റെ മോള്? നീ ഒറ്റയ്ക്ക് പോണോ? ചേട്ടാ, ആമിന, 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 മോളെ, മോളെ, ആമിന, അബ്ദുള്ള, അബ്ദുള്ള,
എന്റെ മോളെ കാണുന്നില്ല അബ്ദുള്ള. അല്ല പഴയന്മാര് ചതിച്ചാണ്. എന്തായാലും ഇത് ആണുങ്ങൾക്ക് യോജിച്ച പണിയല്ല. ഒരു കൊച്ചു കുഞ്ഞിനെ കട്ടുകൊണ്ട് പോക്ക്. ഇതുകൊണ്ട് ഈ കാര്യം എല്ലാം ചെരിപ്പിടുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നോക്കിക്കളയാം. അതാ കൃഷ്ണേട്ടൻ വരണ്ട. അബ്ദുള്ള, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. നിങ്ങൾ ബേജാറാവില്ല കൃഷ്ണേട്ടാ, നിങ്ങളുടെ മോളെ എവിടെയും പോയില്ല. അച്ഛാ, ഞാൻ പോയി വാങ്ങിക്കുകയാണെങ്കിലും ഇത് തന്നെ വാങ്ങിക്കും. എന്റെ മോൻ ഇഷ്ടമാ എന്റെ ഇഷ്ടം, മനസ്സിലായോ? എന്റെ അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അതൊക്കെ ഇരിക്കട്ടെ, നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും പറഞ്ഞാൽ പോരാ, തോറ്റിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാലോ? എന്റെ മോള് തോറ്റത്തിൽ അവൾ ഇതുവരെ തോറ്റിട്ടുണ്ടോ ചേട്ടാ? നീ അങ്ങ് അകത്ത് കൊണ്ട് വരികയല്ലോ. എന്റെ പെരുന്നാളിന്റെ ഡ്രസ് വേണ്ട? ദേവി, നീ എന്നെ മറന്നേക്കും. നിന്റെ സ്നേഹത്തിന് പാത്രമാവാൻ ഞാൻ അർഹനല്ല. ദേവേട്ടാ, നീ ആകാശത്തിലെ വെള്ളി നക്ഷത്രമാണ്, ഞാൻ പൂഴിമണ്ണിലെ പുൽക്കൊടിയും. ഞാൻ നാടകത്തിന്റെ കാര്യം പറയല്ലേ? നാടകത്തിന്റെ കാര്യമാണോ? എഴുതി തീർന്നോ? ഇല്ല, ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണ്. എന്താ അത്? സാമ്പത്തിക അസമത്വം നായികനായകന്മാരെ അകറ്റി നിർത്തുന്നു. ഞാൻ എങ്ങനെ ഈ കഥ എഴുതി അവസാനിപ്പിക്കും? അവരുടെ അച്ഛനമ്മമാരുടെ മനസ്സ് മാറ്റണം. അത് മാറില്ല. എന്നാ അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോട്ടെ. അവർ കഷ്ടപ്പെട്ടു പോകും. അവൾ അതിന് തയ്യാറുമല്ല. പിന്നെന്താ ചെയ്യാ? നീ തന്നെ പറ. ഒരു വഴിയുണ്ട് ദേവേട്ട, നായകനെ പണക്കാരനാക്കണം. അതെങ്ങനെ? ലോട്ടറിയിൽ 5 ലക്ഷം രൂപയുടെ 1ാം സമ്മാനം കിട്ടുന്നു. അമ്മായി, അമ്മായി, എന്താ ഇവിടെ? എന്താടാ അമ്മായി? ദേവേട്ടന്റെ നാടകം കോളേജിൽ കളിക്കാൻ പോകുന്നു. നീ നാടകം എഴുതുന്നു? നിന്റെ നാടകം കളിക്കാൻ പോകുന്നു? അതേമ്മേ, എല്ലാ മാതാപിതാക്കളും സ്വന്തം മകൻ ഒരു സാഹിത്യകാരനായി തീരുന്നുവെന്ന് ആദ്യം അറിയുമ്പോ അമ്പരന്ന് പോകാറുണ്ട്. കേട്ടോ നിങ്ങള്? കേട്ടോ? മോൻ നാടകം കളിക്കാൻ പോകുന്നു പോലും. ഓഹോ, കേട്ടോണ്ട് തന്നെ. അവൻ എന്റെ മോനാ. അവൻ നാടകമല്ല വേണ്ടി വന്ന അവർ തുടങ്ങിയല്ലേ അച്ഛനും അമ്മയും കൂടി. ഇടാ, ഈ വഴക്ക് ഇന്ന് തന്നെ തുടങ്ങിയല്ല. നിന്റെ അമ്മയുടെ കഴുത്തിൽ താലി പച്ച നിമിഷം തുടങ്ങിയതാ. ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ അടിവേറ്റില്ല. നിങ്ങൾ മാത്രമാണ് പിന്നെ ആരായിച്ചേ. കൈ കൊണ്ടത് ശരി, പക്ഷേ കൈ കൊണ്ട് ആളെ മാറ്റിയായിരുന്നു ഞാൻ. അച്ഛൻ താലി കെട്ടുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നിരിക്കും. എടാ, പെണ്ണിന്റെ കാലി ചവിട്ടിന്നോണ്ടാണ് ആണുങ്ങൾ താലി കെട്ടുന്നത്. എന്റെ കാല് വേദനിച്ചു. എല്ലാരും കൂടെ എന്നെ കളിയാക്കി തിരികെയാണോ? മനുഷ്യ, എന്തെങ്കിലും പറയുമ്പോഴേ നേരെ നിലയിൽ നോക്കണം. പ്രായമായ ഒരു പെണ്ണിന്റെ ചെറുക്കന്റെ മുമ്പിൽ വെച്ചു ഞാൻ തോറ്റെന്ന് കരുതണ്ട, അതും നിങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്റെ നാക്കി ഓർജി വരുന്നു. എന്റെ മകനാണത്രേ. ഇത് കേട്ടാത്തൊന്ന് സ്വയം ഗർഭം ധരിച്ച് പ്രസവിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ ഒരാഴ്ചത്തെ മനസ്വസ്ഥത കളഞ്ഞു. ദേവേട്ടന്റെ നാടകത്തിന്റെ തുടക്കം തന്നെ സംഘടനവാ. മുസ്തവാ, പന്താത്താ, പാത്തിന്താ, പന്താത്തോ, വാ ഇങ്ങോട്ട് വാ. അല്ലാ, ഇങ്ങോട്ട് വാ. വാ, എവിടെ ഇരി. മോൻ അങ്ങോട്ട് ഇരി. ഇങ്ങോട്ട് ഇരിക്കുമോനെ. ഇരുന്നാ ഞാൻ കേട്ടോ. പൂന്തോട്ടിൽ അബ്ദുൽ ഖാദർ ഹാജിയുടെ 2ാമത്തെ മോളി, പേര് ആബിദ, വയസ്സ് 17, തടിച്ച് അല്പം കറുത്ത്, ബെൽറ്റ് തരാം. 2 പറമ്പിമൂട്ടി റഷീദ് മോലായിയുടെ മോട മോളി, വയസ്സ് 20, 2 പ്രാവശ്യം കെട്ടിച്ചു വിട്ടാണെന്നൊരു വിഷയമുണ്ട്. പക്ഷെ കണ്ടാ തോന്നൂല. 2 കെട്ടിയിട്ടും ഓള് പറ്റില്ലേ ഇബ്രാഹിം കുട്ടി? 2ലും കൂടി ഫസ്റ്റായിട്ട് 1 പറ്റി. ഒരു ഇമിറ്റേഷൻ കൊച്ചി, അതതിന്റെ വാപ്പാടെ കൂടിയാണ്. തീർന്നില്ല, 3 പൊൻപിളയിൽ മജീദ് കാക്കാടെ മോളെടുത്തിയുണ്ട്. അതാര് കണ്ടാലും ബോധം കെട്ട് നിലത്ത് വീഴും. കുർലീങ്ങടെ ദീനത്ത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കോളേജ് സ്കൂളിൽ പഠിക്കാണ്. 4 ഇരിക്കണ മോനെ. മതി, എനിക്ക് കേട്ടത് മതിയാ. എന്നാ ഈ 3 എണ്ണത്തിന് മോനിക്ക് ആരെയാണ് വേണ്ടത് ഇബ്രാഹിം കുട്ടിക്ക്? അത് ഇന്ന് നടത്തിത്തരാം. അവനിക്ക് വേണ്ടത് എന്താന്ന് എനിക്കറിയാം. അവന്റെ ബാപ്പ ഇങ്ങോട്ട് വന്നോട്ടെ. പെൺകുട്ടികളുടെ 3-5 പേരെ ലീസ്റ്റ് ഇനി നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ താഴത്തെ പുറത്തെ കുഞ്ഞാമുവിന്റെ ഇളയ മോള് റാവിയ. അതാര് കണ്ടാലും നിർത്ത് ഇബ്രാഹിം കുട്ടി. പെൺകുട്ടിയോടില്ലാഞ്ഞിട്ടല്ല, അല്ല കെട്ടുന്ന മൂളാഞ്ഞിട്ട് എവിടെ കുഴപ്പം. നമ്മൾ അതിൽ സങ്കടപ്പെടില്ല. നീ അത് പറയണം. നിനക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ആശയുണ്ടാവില്ലേ? നിനക്കില്ലേ സഫിയ? പടച്ചോൻ ഞമ്മക്കതിന് വിധിച്ചിട്ടില്ല. പടച്ചവൻ നിന്നെയല്ല എന്നെയാണ് ശിക്ഷിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന്
ഈ ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചവൻ എന്നെ ശിക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇനിയെങ്കിലും എന്നോടത് പറയില്ലേ? നിനക്കത് സഹിക്കാൻ കഴിയുമോ സഫിയ? കഴിയും. എന്നോട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുന്നവളല്ലേ നീ? അതൊന്നുകൂടി പറഞ്ഞാൽ നിന്റെ നാക്കുപായ കാണില്ല. എന്റെ ഈ റൗഡീസ് ഇങ്ങനെ നിർത്താറില്ലേ? ഈ കത്തി ഞാൻ കൊല്ലാൻ വാങ്ങി.